ചക്കയൊക്കെ മുറിച്ച് വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും കത്തിയിലാകെ ചക്കയുടെ അരക്ക് പശ കാര്യങ്ങളൊക്കെ പിടിച്ച് വേറെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ കത്തിയിൽ പിടിച്ചിരിക്കുന്ന അരക്ക് പശ കാര്യങ്ങൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്ത് കളയുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ചാനലിൽ ചക്ക ഉപയോഗിച്ച് കുറേ വെറൈറ്റി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചാനലിൽ ഞാനൊരു പ്ലേലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ചാനൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൽ റൈറ്റ് സൈഡിൽ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ചക്ക കൊണ്ടുള്ള റെസിപ്പീസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നേരെ ഉള്ളപ്പോൾ വീഡിയോസൊക്കെ കണ്ടു നോക്കണം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കണിൽ ഓൾ കൊടുക്കണം. ഈ വീഡിയോയിലെ കത്തിയിൽ പശ ആയത് ഞാൻ എങ്ങനെയാണ് കളയുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യാറെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണ് ഈ കത്തിയിലെ പശയൊക്കെ നിങ്ങൾ കളയാറെങ്കിൽ അതെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. സാധാരണ നമ്മൾ വീട്ടിൽ ചക്കയൊക്കെ വെട്ടുമ്പോൾ പഴയ ഇരുമ്പിൻ്റെ കത്തി അതൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ വെട്ടുന്നത്. അല്ലാതെ പുതിയ മോഡേൺ നമ്മുടെ സ്റ്റീലിൻ്റെ ഒക്കെ നൈഫൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതിലൊന്നും ഞാൻ ഇതിങ്ങനെ ചെയ്യാറില്ല. ഞാൻ യൂഷ്വലി ചക്ക വെട്ടാറ് ഇരുമ്പിൻ്റെ കത്തി കൊണ്ടാണ്. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യാറ്. എന്നാലും ആദ്യമായിട്ട് അടുക്കളയിലേക്ക് കയറുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കളയേണ്ടത് എന്നറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഈ കത്തി ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ആ പശയൊക്കെ പതഞ്ഞ് ഇളകി വന്നിട്ടുണ്ടാകും. ആ ചൂടോടുകൂടി തന്നെ ആ പതഞ്ഞ് വന്ന ചക്ക പശയൊക്കെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് കളയണം. ചക്ക വെട്ടിയിട്ട് ഉടനെ തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ആണിങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. കുറച്ച് ദിവസം മുന്നേ ചക്ക വെട്ടിയിട്ടുള്ള കത്തിയാണെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ചധികം ഉരച്ച് കളയേണ്ടി വരും. എന്നാലും ഇത് പോയി കിട്ടും. അത് കഴിഞ്ഞ് നോർമലി പാത്രമൊക്കെ കഴിയുന്നവരെ സ്ക്രബ്ബറും സോപ്പും ഉപയോഗിച്ച് കത്തി ഒന്ന് കഴുകിയും കൂടെ വന്നാൽ അത് എല്ലാം ക്ലീൻ ആയിട്ട് വരും. ചക്കയുടെ പശയൊക്കെ പിടിച്ചതുകൊണ്ടും ചൂടൊക്കെ ആക്കിയതുകൊണ്ടും ഒക്കെ അതിൻ്റെ ഷാർപ്പ്നെസ് മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഇതുപോലെ എന്താണോ നിങ്ങൾ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കാറ് അത് യൂസ് ചെയ്തിട്ട് ഒന്ന് ഷാർപ്പൻ ചെയ്തും കൂടെ കൊടുത്താൽ സെറ്റായി. പണ്ടൊക്കെ വെള്ള കല്ലൊക്കെ പൊടിച്ചിട്ടാണ് കത്തി ഷാർപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഉപകരണവും നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇതില്ലെങ്കിൽ സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടും കത്തിയുടെ മൂർച്ച കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം.